ഫിസിക്കൽ ആക്ഷൻ ആണ് അല്ലേ? ഫിസിക്കൽ റീഡ്, ജംപ്, റൈഡ്, സ്ലീപ്പ് എന്ന ഫിസിക്കൽ ആക്ഷൻ ആണ് നമ്മൾ ഓർക്കുന്നത്. എന്നാൽ വെർബിന് അതല്ലാതെ കുറച്ചുകൂടി ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ബേസ് വെർബ് ഫോംസും എന്താണ്? പ്ലൂറൽ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഐ, യു, ദേ, വി എന്നൊക്കെയുള്ളതിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഹി, ഷീ, ഇറ്റിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഏത് ഫോം ആയിരിക്കും? ഫോം ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലുവന്റ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 11ാമത്തെ ക്ലാസ്സിലാണ്. ഹായ് ജസ്വിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? Yes. And you might remember that what did we do the last days, right? പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നേ? അഡ്ജക്റ്റീവ്സ് തൊട്ടടുത്ത മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന് മുമ്പ് പ്രോനൗണും നൗണും ചെയ്തിരുന്നു അല്ലെ? നൗൺ, പ്രോനൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് വരാൻ പോകുന്നതാണ് വെർബ്. വെരി ഇമ്പോർട്ടന്റ്, അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്ന ഈ വെർബ് ആണ്. വെർബിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡീസ് നിങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ തെറ്റുകളൊന്നും ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പം നമുക്ക് വളരെ ഈസി ആയിരിക്കും. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയുന്നു. ഈ തൊട്ട് മുമ്പിലത്തെ വീഡിയോ കേട്ടില്ലെങ്കിൽ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡി പോലെയാണ്. അതായത് ഒരു സെന്റൻസിൽ വ്യത്യസ്തമായ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിനെല്ലാം അവരുടേതായ ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ പാർട്സിന് ഓരോ ഫംഗ്ഷൻ ഉള്ളതുപോലെ തന്നെ സെന്റൻസിലെ ഓരോ വേർഡ്സിനും ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അതിന് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ് എന്ന പേരുകൾ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വെർബ് ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വെർബ്. ജസ്റ്റ് യു നോ വാട്ട് ഈസ് വെർബ്? Yes, what is verb? It expresses an action. It expresses an action. That is always every student whom the people they know that is an action. Like action word എന്നൊക്കെയാണ് നമ്മൾ എന്തിനെ പറ്റി മനസ്സിലാക്കുന്നത്? നമ്മൾ വെർബിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്താണ്? ഫിസിക്കൽ ആക്ഷൻ ആണ് അല്ലേ? ഫിസിക്കൽ റീഡ്, ജംപ്, റൈഡ്, സ്ലീപ്പ് എന്ന ഫിസിക്കൽ ആക്ഷൻ ആണ് നമ്മൾ ഓർക്കുന്നത്. എന്നാൽ വെർബിന് അതല്ലാതെ കുറച്ചുകൂടി ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ തെറ്റുകൾ ഉണ്ടാകുന്നതല്ല. അതായത് ആക്ഷൻ എന്ന് ജസ്വിൻ പറഞ്ഞു. അതോടൊപ്പം സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. ഡു യു നോ വാട്ട് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ്? എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്? I don't know. You don't know, right? So let's try to find out today what are other functions of a verb. Verbിന് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ആക്ഷൻ എന്ന അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ആക്ഷൻ ആണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. The first one is what Jason has taught, that is a physical action. That is what always we say, that run, jump, swim, read, ride, sleep, അങ്ങനെ എന്തൊക്കെ പറയുന്നത്, swim, സ്വിം പറഞ്ഞു, അങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആക്ഷൻസ് ആണ്. ഫിസിക്കൽ ആക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ആക്ഷൻ നമുക്കുണ്ടോ? That is mental action. എന്താണ് മെന്റൽ ആക്ഷൻ? മനസ്സിലുള്ള ആക്ഷൻ എന്താണ്? മെന്റൽ ആക്ഷൻ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ? think, വിശ്വസിക്കുന്നു, believe, think, believe, understand എന്ന് തുടങ്ങിയിട്ടുള്ള മനസ്സിൽ നടക്കുന്ന ആക്ഷൻ ഉണ്ടല്ലോ, അതും എന്തിലാ വരുന്നേ? അതും വരുന്നത് വെർബിലാണ്. സോ രണ്ട് കാര്യങ്ങൾ ആക്ഷനിലുണ്ട്. ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ വേർഡ്, ആക്ഷൻ വെർബ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്നുള്ളത് ഫിസിക്കൽ ആക്ഷനും രണ്ടാമത്തെ ഏതാണ്? മെന്റൽ ആക്ഷനുമാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ മാക്സിമം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഏതൊക്കെയാണ് ഫിസിക്കൽ ആക്ഷൻസ്? നമുക്ക് ഇഷ്ടംപോലെ അറിയുന്നതാണ്. ഏതൊക്കെയാണ് മെന്റൽ ആക്ഷൻസ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൽ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. Then the third one, which is very important, which is not known for many, അധികം പേർക്കും അറിയാത്തതും അധികം പേരെ പഠിപ്പിക്കാത്തതുമായിട്ടുള്ള കാര്യമാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്, ആർ, വാസ് വേർ കേട്ടിട്ടില്ലേ? അതായത് ഓക്സിലറി വെർബ്സ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ലിങ്കിങ് വെർബ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് ആണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എക്സാമ്പിൾ പറയാം. ചെസ്സിനെ പറ്റി പറയാണ്. ഹി ഈസ് എ ബോയ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ?
ഇല്ല. അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല, അതൊരു അവസ്ഥയാണ്. ജഷൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഐ എം എ ട്രെയിനർ, ഞാനൊരു ട്രെയിനർ ആണെന്ന് പറയുന്നത് അതിലൊരു പ്രവൃത്തി നടക്കുന്നില്ല. ദാറ്റ് ഇസ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആൻഡ് യു ആർ എ സ്റ്റുഡന്റ് എന്ന് ഞാൻ പറഞ്ഞാലും അതൊരു അവസ്ഥയാണ്. ദേ ആർ ടീച്ചേഴ്സ്, അവർ ടീച്ചേഴ്സ് ആണെന്ന് പറയുമ്പോഴും ദാറ്റ് ഈസ് അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതിലാണ്? വെർബിലാണ്. സോ വെർബിന്റെ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് വെർബിന്റെ യാതൊരു തെറ്റും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാമാർ കാണുമ്പോൾ അത് സ്റ്റേജിൽ തന്നെ വരുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ വ്യത്യാസം വരില്ല. കാരണം നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ അതിൽ ഈസ്, ആർ, വോസ്, വേർ കഴിഞ്ഞിട്ട് ing വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മളെപ്പോഴും ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ വോസ് വേർ കഴിഞ്ഞിട്ട് പ്ലസ് ing എന്നാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞ് വെർബ് എന്നാണ് പഠിച്ചു വെക്കുന്നത്. അതല്ലാതെ നൗൺ വരുന്നുണ്ട് എന്നുള്ള അവസ്ഥ പലർക്കും അറിയത്തില്ല. ഹീസ് എ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് നൗൺ ആണ്. ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നൗൺ ആണ്. അതായത് ആം ഈസ് ആർ കഴിഞ്ഞിട്ട് ആം ഈസ് ആർ വോസ് വേർ കഴിഞ്ഞിട്ട് നൗണോ അഡ്ജക്റ്റീവോ വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ അവസ്ഥ എന്ന് നമ്മൾ അതിൽ പറയുന്നത്. ഓക്കെ, is it clear for you? Yes. Yes. Let's see physical actions. What are the physical actions? Read Ashwin that example. What is example? They dance joyfully at the party. They dance joyfully at the party. And what is the verb there? Dance. Dance and the next one. He plays the piano beautifully. And what is the verb there? Plays. Plays. And you know why the s? Because it is a he, right? Why there is no s? Because that is the they. They means plural and he is singular. അതുകൊണ്ടാണ് മുകളിലത്തെ s ഇല്ലാത്തതും താഴത്തിലേക്ക് എന്ത് വന്നതും s വന്നതും. ഇത് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണോ? ഫിസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണോ? യെസ്. പ്ലേസ് എന്ന് പറയുമ്പോൾ പിയാനോ വായിക്കുന്നു എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണോ? യെസ്. എന്നാൽ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഇസ് ദി നെക്സ്റ്റ് വൺ? We understand the importance of kindness. We understand the importance of kindness. അവിടെ എന്തെങ്കിലും ശരീരമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നു. That is an action which takes place in our mind. അല്ലേ? അപ്പം അതെന്താണ്? മെന്റൽ ആക്ഷൻ ആണ്. അതോടൊപ്പം അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടിയാണ്? വെർബ് കൂടിയാണ്. അല്ലെ? നമ്മളിപ്പം ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതായത് ആക്ഷൻ വെർബ് എന്ന് ഫിസിക്കൽ ആക്ഷൻ വെർബ് മാത്രമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വെർബ് ആവുന്നത് എന്നൊരു ചിന്തയുണ്ടാവും. സോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക മെന്റൽ ആക്ഷൻ കൂടിയാണ്. And the next one, what is the next one? He imagines himself exploring distant planets. Yes, he imagines. അല്ലേ? അത് ഏതാണ് വെർബ്? ഏതാണ്? Imagines. Imagines. He imagines. എന്ത് imagine? എക്സ്പ്ലോർ ചെയ്യണം. ഡിസ്റ്റന്റ് പ്ലാനറ്റ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് അവൻ ഇമാജിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ? അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബട്ട് ഈവൻ ദോ ദാറ്റ് ഈസ് നോൺ ആസ് ദ verb since is the mental action. അത് മെന്റൽ ആക്ഷൻ ആയതുകൊണ്ട് അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? That is the verb. Is it clear? Yes. And let's see the third one, that is state of being. എന്താണ് state of being? Read the example. She is a talented singer. She is a talented singer. And here is there any work takes place? ഇവിടെ എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടോ? No. ഇവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. സിംഗർ ടാലന്റഡ് അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്നു. സിംഗറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അവിടെ വെർബൊന്നുമില്ല. ഓപ്ഷണൽ വെർബ്സ് ആയിട്ടുള്ള ഈസ് മാത്രമേ ഉള്ളൂ. അതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതായത് അവസ്ഥ. അവൾ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ് എന്ന് പറയുന്നതാണ് അതിന്റെ അവസ്ഥ. ഇതില് എന്തില്ല? ing ഫോം. ഇതില് നമുക്ക് എന്തില്ല? ing form ഇല്ല. ing ഫോം ഇല്ല. Why? Because that is the state of being. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും പതിച്ചിട്ടുണ്ട് ഈസ്, വാസ്, വേർ കഴിഞ്ഞിട്ട് ing നിർബന്ധമാണ് എന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മാറ്റേണ്ടതാണ്. സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ്ങില് വെർബ് വരില്ല. ബാക്കിയുള്ള ആക്ഷൻ എല്ലാം വരും. അത് നമ്മുടെ ടെൻസ് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും എവിടെയാണ് ഈസ്, വാസ്, വേർ കഴിഞ്ഞിട്ട് ing വരുന്നതെന്ന് ടെൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും. Next example. What is the next example? They are happy with their new home. They are happy with their new home. And the verb here, what is the verb? Are. Are. And you should know that this is
State of B. Is it clear? Yes. Yes, very good. Another one. One more example. I am an English coach. I am an English coach. And what is there? Ah. States of being. Got it? Clear? Yes. Yes. And we move to the very important one of the verb. എന്ന് പറയുന്നത് base form of verb V1, past form of the verb V2, and past participle is V3. ഈ മൂന്ന് കാര്യങ്ങളല്ലേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അതായത് വേർബിന്റെ മൂന്ന് രൂപങ്ങൾ V1, V2, V3 എന്നല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. Yes. അതല്ലാതെ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടോ? അതല്ലാത്തൊരവസ്ഥയുണ്ട്. അതല്ലാതെ വേറെ വെർബുകളും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സിംഗുലർ ഒക്കെ എഴുതുമ്പോൾ ഇപ്പോഴും എല്ലാവരും തെറ്റ് എഴുതുന്നത്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന മൂന്ന് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സിംഗുലറിന് വേണ്ടിയിട്ടുള്ള രൂപം നമ്മൾ പഠിച്ചിട്ടില്ല. സോ വി വിൽ ഗോ ടു വിത്ത് 5 ഫോംസ്. നമ്മൾ വെർബിന്റെ എത്ര ഫോംസ് ആണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ വെർബിന്റെ 5 രൂപങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് വി ആർ ഓൾവേസ് കോൾഡ് ദാറ്റ്സ് എ ബേസ് ഫോം. അതാണ് ബേസ് ഫോം. അതിനെ V1 എന്ന് നമ്മൾ പറയുന്നു. ഈ V1 ന്റെ പ്രത്യേകത നമ്മൾ ഡു ആൻഡ് ഡസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ V1 എന്താണ്? പ്ലൂറൽ ആണ്. എന്താണ്? Plural. ഈ V1 എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അതായത് ഇംഗ്ലീഷിലെ എല്ലാ ബേസ് വെർബ് ഫോംസും എന്താണ്? Plural. പ്ലൂറൽ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് I, you, they, we എന്നൊക്കെയുള്ളതിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം he, she, itലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വെർബിന്റെ ഒരു സെക്കൻഡ് ഫോം അല്ല, വെർബിന്റെ ഫസ്റ്റിൽ തന്നെ വേറൊരു ഡിവിഷൻ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് V1S കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് V1S എന്ന് പറയുന്നത്? സ്റ്റാൻഡ്സ് ഫോർ സിംഗുലർ. അതായത് അത് വെർബിന്റെ പ്ലൂറൽ ഫോം ആണ്. V1 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നുകൂടി അതിൽ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. V1S. അതിൽ നമ്മൾ ഡെസ് ചേർത്ത് കഴിയുമ്പോഴാണ് V1S കിട്ടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞോർക്കുന്നുണ്ടാവും. എന്താണ് പറഞ്ഞിരുന്നത്? സിംഗിൾ കിട്ടാൻ വേണ്ടി വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഡെസ് ചേർക്കണം. ഡെസ് ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന രൂപമാണ് V1S. അപ്പൊ walk വന്നു കഴിയുമ്പോൾ അടുത്ത എന്താണ്? V1 ഫോം എന്തായിരിക്കും? V1S ഫോം എന്തായിരിക്കും? walks വന്നു, yes വന്നു. നെക്സ്റ്റ് വൺ watch ആയിരുന്നപ്പോഴോ? watches. അതിലൂടെ es വന്നു. then study വന്നപ്പോഴോ? studies. ies വന്നു. കണ്ടോ? വെർബിന്റെ V1S ഫോം കിട്ടാൻ നേരത്ത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ്. വെർബിന്റെ കൂടെ s es ies ചേർക്കുക എപ്പോഴാണ്? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്ന്. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കണം. എന്താണ്? എല്ലാ വെർബ് ഫോമും പ്ലൂറലാണ്. ആ പ്ലൂറലിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഡസ് ചേർക്കണം. ഡസ് ചേർത്ത് കഴിയുമ്പോൾ വരുന്ന വെർബിന്റെ രൂപമാറ്റമാണ്. ചിലപ്പോൾ എസ്ഒ, ചില വേർഡുകളിൽ ഇഎസ്ഒ അല്ലെങ്കിൽ ഐഎസ്ഒ ആണ് വരുന്നത്. അതെങ്ങനെയാണ്? അതിന്റെ ഉള്ളിൽ ഡസ് ചേർക്കുമ്പോഴാണ്. അപ്പൊ രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന് വോക്ക് എന്ന് പറയുന്നത് V1 ആണ്. വോക്സ് എന്ന് പറയുന്നത് V2 ആണ്. അത് V1S ആണ്. യെസ്, V1S ആണ്. V2 വരുന്നത് വേറെയാണ് അല്ലേ? V2 ഏതാണ്? ഇവിടെ കണ്ടോ? walked എന്ന് കണ്ടോ? അതെന്താണ്? V2 സിമ്പിൾ പാസ്റ്റ്. V2 ആണ് സിമ്പിൾ പാസ്റ്റ്. walked എന്ന് വന്നു. രണ്ടാമത്തെ watched and study. V2 ന്റെ രൂപം ശ്രദ്ധിക്കണേ. അതിലെല്ലാം എന്താണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്? ED ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ വോക്കിന്റെ കൂടെ ED ചെയ്തു walked, watchന്റെ കൂടെ ED ചെയ്തു watched, studyയുടെ കൂടെ ED ചെയ്തു studied. അപ്പം y മാറി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രൂപം തന്നെയാണോ V3 എന്ന് പറയുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന അതേ രൂപം തന്നെയാണോ? വ്യത്യാസമുണ്ടോ? watched എന്താണ്? V3 watched, studied സെയിം ആണ്. ഇങ്ങനെയുള്ള വെർബിന് ഒരു പേര് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം എന്താണ് ആ പേരിനുള്ള വെർബ്. ആ വെർബിനുള്ള പേര് എന്താണ്? തൊട്ട് താഴെയുള്ള ഡിഫറൻസ് കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ING ഫോം ആണ്. എല്ലാ വെർബിന്റെ കൂടെയും നമുക്ക് ING ഫോം ചേർക്കുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നത്, തുടർച്ച കിട്ടുന്നത്. തുടർച്ച കിട്ടാൻ വേണ്ടി നമുക്ക് എന്താണ് വേണ്ടത്?
ING ഫോം വേണം. എല്ലാ കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെയും നമ്മൾ ചെയ്യുന്നത് ING ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകണം, വെർബിന് വേറൊരു ഫോം ഉണ്ട്. അഞ്ചാമത്തെ ഫോം നമ്മൾ പറയുന്നത് V4 എന്നാണ്, അതായത് ING ഫോം. Is it clear? Yes. So let's see. Walk, walking, right? Watch, watching, watch, Watching. watching, and study, Study. study. ഈ മൂന്ന് വേർബുകളുടെ രൂപങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്ത നമ്മൾക്ക് പോവാണേ. അത് നോക്കിയ ശേഷം ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തത് V1S എന്ത് വന്നു? Goes. ഗോസ് വന്നു, ES വന്നു അല്ലേ? അതിന്റെ കൂടെ V2 ആയപ്പോൾ ഗോ, ഗോഡ് എന്ന് ആണോ വന്നത്? അല്ല. അല്ല. ആദ്യത്തെ രൂപമാണോ വന്നിരിക്കുന്നത്? അല്ല. അല്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് വന്നിരിക്കുന്നത്. ആ വേർഡ് ഏതാണ്? When. വെന്റ് എന്നാണ് വന്നിരിക്കുന്നത്. ആ വേർഡ് വെന്റ്. ഗോ V2 വന്നപ്പോൾ വെന്റ് ആയി. ഗോസ് എന്ന് പറയുമ്പോൾ അതേ പ്രൊസീജിയർ തന്നെ കീപ്പ് ചെയ്തു അല്ലെ? ഗോയിന്റെ കൂടെ ഡസ് ചേർത്തുമ്പോ ഗോസ് വന്നു. എന്നാൽ നമ്മൾ ആദ്യത്തെ മൂന്ന് വേർബുകളുടെ രൂപം കണ്ടു. നമ്മൾ വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ് V2-ഉം V3-ലും സെയിം ആയിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇവിടെ വന്ന് നോക്കിയേ, വെന്റ് തന്നെയാണോ V3-ൽ വന്നിരിക്കുന്നത്? No. അല്ല. വന്നിരിക്കുന്ന വേർഡ് ഏതാണ്? Gone. Gone എന്നാണ്. അതിന്റെ കൂടെ ING ഫോം വന്നപ്പോഴോ Going. വന്നു. അതായത് V4-ഉം V1S-ഉം നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലെ? എല്ലാ വെർബുകളുടെയും V1S-ഉം V4-ഉം എന്തായിട്ട് കാണുന്നത്? സിമിലർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് V1-ന്റെ കൂടെ ഡസ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് SES ഹൈയർ. സോ V1-ന്റെ കൂടെ ING ചേർക്കുമ്പോൾ അതിന്റെ കൂടെ ING, ഗോയിങ്, ഗോയിങ്, റീഡ് ആൻഡ് റീഡിങ് എന്ന രൂപവും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആണ് അല്ലെ? എന്നാൽ V2-ലും V3-ലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇവിടെ ഗോ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കി, ഗോ എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്തെ V1S ഗോസ് വ്യത്യസ്തമാണ്. വെന്റ് അതിനേക്കാളും വ്യത്യസ്തമാണ്. ഗോൺ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ V1-ഉം V2-ഉം V3-യും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. എന്നാൽ നെക്സ്റ്റ് നോക്കിയേ, കം നോക്കിക്കേ. കമ്മിൽ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. കം, വാട്ട് ഈസ് V1S? Comes. Comes. Does ചേർത്തു, സിമിലർ ആണ്. And V2 came. സെയിം ആണോ? സെയിം ആണോ? No. സെയിം അല്ല, ഡിഫറെന്റ് ആണ്. എന്നാൽ V3-യുടെ രൂപം നോക്കിക്കേ. എന്താണ് V3? Come. കമ്മ് തന്നെയാണ്. അതായത് ഇവിടെ ഒന്നാമത്തെ രൂപം തന്നെയാണ് എവിടെ വന്നിരിക്കുന്നത്? V3-ലും വന്നിരിക്കുന്നത്. എക്സ്ട്രീംലി സർപ്രൈസ് തോന്നുന്നുണ്ടാവും അല്ലേ? അതായത് യാതൊരു കണക്ഷനും ഇല്ലാതെ വന്നിരിക്കുന്നു. അടുത്ത രണ്ടും കൂടി നോക്കിക്കോ. മേക്ക് എന്ന് പറഞ്ഞ വേർബ്, മേക്കിന്റെ കൂടെ V1S ചേർത്ത് എന്തായി? മേക്സ് ആയി. സിമിലർ ഡസ് വന്നു. അതിന്റെ മേക്കിന്റെ V2 ഏതാണ്? മെയ്ഡ് ആണ്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്നാൽ അടുത്ത് നോക്കിക്കേ, മെയ്ഡ് തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്നത് V2-ഉം V3-യും സെയിം ആയി. തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടത് V3-യും V1-ഉം സെയിം ആയിരുന്നു. And making. Then next one, what is the next one? Cut. Cutന്റെ രൂപം നോക്കിക്കേ. Cut. And S form വന്നു. Then cutting. നോക്കിക്കേ, V1, V2, V3 എന്ന് പറയുന്ന മൂന്ന് വെർബിന്റെ ഫോമും സെയിം ആണ് അല്ലേ? It would be something surprising ആയിട്ടുള്ള എന്താണ്? ആദ്യത്തെ മൂന്ന് സെക്ഷൻ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? ആദ്യത്തെ മൂന്നെണ്ണം കണ്ടപ്പോൾ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കുന്നത്? എല്ലാം റബ്ബ് ചെയ്യാം. ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലാക്കി V2-ഉം V3-യും സെയിം ആണെന്നല്ലേ? എന്താ മനസ്സിലാക്കിയത്? V2-ഉം V3-യും സെയിം ആണെന്ന്. അങ്ങനെയുള്ള വെർബുകളെ നമുക്ക് എന്തെന്ന് പറയാം? അതായത് V2-ഉം V3-യും സെയിം ആയിട്ടുള്ള വെർബുകളെ നമുക്ക് എന്തെന്ന് പറയാം? ആദ്യം പറയുന്നതാണ് റെഗുലർ വെർബ്സ്. കണ്ടോ? അവിടെ ക്ലിയർ ആണല്ലേ? റെഗുലർ വെർബ്സ്. അതായത് V2-ഉം V3-യും ഈടി ചേർത്ത് വരുന്ന വെർബുകളെ നമ്മൾ എന്തെന്ന് പറയും? റെഗുലർ വെർബ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ബന്ധവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന വെർബുകളെ നമ്മൾ എന്തെന്ന് പറയും? ഇറഗുലർ വെർബ്സ് എന്ന് പറയും. റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് V2-ഉം V3-യും ഈടി ചേർക്കാവുന്നതാണ്. ഇറഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ
എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, കമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കമ്മ വന്നു ആൻഡ് V3 കമ്മ വന്നു. മെയിൽ എന്ന് പറഞ്ഞപ്പോൾ V2 മെയിൽ വന്നു, V3 മെയിൽ വന്നു. കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഒരേപോലെയായി. സോ അപ്പൊ ഇത് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലിസ്റ്റ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും സ്പീച്ച് കേൾക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏത് രൂപമാണ് വന്നതെന്ന്. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം വേർബിന്റെ രൂപങ്ങളെ നമ്മൾ എല്ലായ്പ്പോഴും വായിക്കുമ്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഒരു ലിസ്റ്റ് ഇപ്പൊ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വലിയൊരു ലിസ്റ്റ് കിട്ടും. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഈസി. പക്ഷെ അതിനേക്കാളും നല്ലത് എന്താണ്, നിങ്ങൾ ഏതെങ്കിലും സ്പീച്ചോ നിങ്ങൾ ബുക്ക് വായിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ വേർബിന്റെ ഫോം നിങ്ങളൊന്ന് വായിക്കുവാണെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. ലിസൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വേർബിന്റെ ഫോംസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. റൈറ്റ്? സോ നെക്സ്റ്റ് വൺ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വാസ്, വെയർ ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് വേർബ് ഫോമിലേക്ക് മാറ്റുന്നത് നോക്കിയേ. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ദേ ഹാവ്, യു ഹാവ്, അല്ലെ, ഐ ഹാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ V1 ആണ്. അപ്പൊ ഹാവിന്റെ V1s ഏതാണ്, സിംഗുലർ ഏതാണ് ജിഷ്ണെ? Has ആണ്. എസ് വന്നിട്ടുണ്ട്, അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്സിലറി വെർബ്സ് എൻഡ്സ് വിത്ത് എസ്, സിംഗുലർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ V2 ഏതാണ്? ഹാവിന്റെ V2 ഏതാണ്? ഹാഡ് ആണ്. അത് തന്നെ സെയിം ആണ് ഏതിലും, V3യിലും സെയിം ആണ്. ഇതിന്റെ കൂടെ ഹാവിന്റെ കൂടെ ing ചേർക്കുമ്പോൾ ഹാവിംഗ് വന്നു. അതായത് വേർബ് 1ന്റെ കൂടെയുള്ള ബേസ് ഫോമിലൂടെയാണ് നമ്മൾ V1s ഉം V4ഉം നമ്മൾ ചെയ്യുന്നത്. V1sന്റെ കൂടെ നമ്മൾ ഡസ് ചേർക്കുന്നു, മറ്റേ V4ന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ing ഫോം ചേർക്കുന്നു, അല്ലേ? V4ന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നേ? ing ഫോം ചേർക്കുന്നു. V1ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ V1s ആവുമ്പോൾ ഏതായി? Is ആയി. S for singular, അല്ലേ? Yes. അപ്പം past tense വന്ന ഏതായി? Was and were. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഈ was എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. were എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അതിന്റെ V3 ഫോം ആണ് being and ing ഫോം being ആണ്. ആമിങ്, ആറിങ് എന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം am, are എന്ന് പറയുന്നതിന്റെ ing ഫോം എന്താണ്? being ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ing ഫോമിലൂടെ, അതായത് കണ്ടിന്യൂറ്റിയുടെ കൂടെ ing വേണം എന്ന് പറയുമ്പോൾ ആറൊക്കെ വരുമ്പോൾ ing വെർബിന്റെ കൂടെ വരും. എന്നാൽ കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് രൂപം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് ഈ ബീയിങ് വരുന്നതെന്ന് മനസ്സിലാകും. ടെൻസ് പഠിക്കുമ്പോൾ കണ്ടുപിടിക്കാം എവിടെയാണ് ഈ ബീയിങ് വരുന്നത്. അതായത് ആമിന്റെയും ആറിന്റെയും ing ഫോം. ഡു എന്ന് പറയുന്നത് എന്താണ്? ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ആ ഡുവിന്റെ സിംഗുലർ ഏതാണ്? ഡസ് ആണ് സിംഗുലർ. ആൻഡ് ഹൗ അബൌട്ട് ദി പാസ്റ്റ് ടെൻസ്? did and past participle is different one. What is that? done ആണ്. and ing form doing ആണ്. അപ്പോൾ ഈ verb form കൂടി നിങ്ങൾ ഏകദേശം ഒന്ന് നോക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ വേർബ് പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വേർബിന്റെ ഈ ക്ലാസ് നിങ്ങൾ 1-2 പ്രാവശ്യം വ്യക്തമായിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് ഉപയോഗിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കണം. ഏതൊക്കെ സെന്റൻസുകളാണ്? V1ന്റെ സെന്റൻസും V2ന്റെ സെന്റൻസും V1sന്റെയും V4ന്റെയും മാക്സിമം സെന്റൻസുകൾ ഉണ്ടാക്കും. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ 10 സെന്റൻസ് ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സെന്റൻസ് ഉണ്ടാക്കുക. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ ഗൂഗിളിൽ നിന്നോ ChatGPT നിന്നോ സെന്റൻസ് കോപ്പി ചെയ്യരുത്. സ്വന്തം സെന്റൻസ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ സംസാരം ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സെന്റൻസ് ആണ് സംസാരിക്കുന്നത്, നമ്മൾ വേർഡ്സ് അല്ല സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ സെന്റൻസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് സാധിക്കും? സംസാരിക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് മൂവ് ടു the next one. What is the next one? Verbന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ go വെച്ച് ചെയ്യാമേ. verbന്റെ നമ്മൾ go വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. What is example? I go to school by bus. I വന്നപ്പോൾ എന്ത് വന്നു? School go വന്നു. I വന്നപ്പോൾ I പ്ലൂറൽ ആണ് നമ്മൾ പറഞ്ഞു. Consider I as a plural. അപ്പം goയുടെ ഏത് രൂപം വന്നു? V1 വന്നു, അല്ലേ?
ഗോയുടെ V1. The next one she വന്നപ്പോൾ ആ ഗോ എന്തായി? Goes. Goes ആയി V1S ആയി അല്ലേ? Yes. V1S ആയി. And next one the past tense വന്നപ്പോൾ എന്തായി? Went ആയി, that is V2. No, they went on a road trip last summer. അത് V2 ആണ്. went വന്നു. നോക്കിക്കേ തേർഡ് ഫോം വന്നപ്പം gone എവിടെയാ വന്നിരിക്കുന്നത്? The children have gone. അതെന്തായി? V3 അല്ലേ? Yeah. V3 അല്ലേ? Yes. V3 ആയി. And what is V4? They are going to the movies tonight. ing വന്നില്ലേ? going വന്നില്ലേ? അപ്പോൾ അത് ing ഫോം. അപ്പോൾ വെർബിന്റെ രൂപങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ്? I go, she or he goes. അതിന്റെ കൂടെ they വന്നാലും ഗോയാണ്. ഇവിടെ went വരാൻ കാരണം ഇത് round last summer എന്ന കീവേഡ് കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞു പോയത് കൊണ്ടാണ്. Then next one have gone, and last one going. Is it clear? വെർബിന്റെ രൂപങ്ങൾ മാറുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് has have. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ കാണാം. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട just listen to do and just do and does എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, do and does നമ്മൾ ആദ്യം ഉപയോഗിച്ചു. ഈ doom doesഉം didഉം ഉപയോഗിച്ച് കഴിയുമ്പോൾ വെർബിന്റെ ഏത് രൂപമാണ് ഉപയോഗിക്കേണ്ടത്? വെർബിന്റെ ഏത് രൂപമാണ് ഉപയോഗിക്കേണ്ടത്? V1. V1. കണ്ടോ, go V1, go V1, eat V1. ക്ലിയർ ആയോ? Yes. എന്താണ് മനസ്സിലായത്? നമ്മുടെ സെന്റൻസില് ഡു ഡസോ ഡിഡോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ വെർബ് V1 ആയിരിക്കും. മനസ്സിലേക്ക് പതിയട്ടെ, നിങ്ങൾക്ക് വേറെ ഒരു തെറ്റും വരില്ല. കേട്ടോ, ഡു ദേ വോക്ക്, ഡു ദേ walked എന്നല്ല. He does not go. എന്താ go ആണ് വന്നിരിക്കുന്നത്. Did you eat? അപ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? Do does did വന്നു കഴിയുമ്പോൾ വെർബിന്റെ ഏത് ഫോം ആയിരിക്കും? V1 ഫോം ആയിരിക്കും, ബേസ് ഫോം ആയിരിക്കും. അങ്ങനെ has and have ആണെല്ലാം ജസ്റ്റ് നോക്കി, has and have വന്നു കഴിഞ്ഞാലോ സെന്റൻസിൽ അത് വെർബ് ഫോം ഏതായിരിക്കും? V3 ഫോം ആയിരിക്കും. അതായത് മനസ്സിൽ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഡു ഡസ് ഡിഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V1 ഫോമും, ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ V3. കണ്ടോ, gone, eaten, finished. V3. കണ്ടോ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ജസ്റ്റിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് രണ്ട് കാര്യങ്ങൾ മനസ്സിലായത്? Has have had ന്റെ കൂടെ V3 യും has have had ഓർത്തിരിക്കുക. has have had കൂടെ V3 യും do does did ന്റെ കൂടെ ഏത് വരും? V1 മാണ് വരുന്നത്. ഇത് മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു verb kinds of verbs നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആക്ഷൻ verb ആണ്. ആക്ഷൻ verb എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, run, read, write എന്നൊക്കെ പറഞ്ഞില്ലേ? ആക്ഷൻ, ഫിസിക്കൽ ആക്ഷൻ പറഞ്ഞു, അതിനോടൊപ്പം മെന്റൽ ആക്ഷൻ കൂടി ഉണ്ട്. Then auxiliary verbs നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. Do, have, will and all that's in the auxiliary verbs, and the modal verbs can, could, etc. Then അടുത്തൊരു കാറ്റഗറി നോക്കിക്കോ, വന്നിരിക്കുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് verb ആണ് വന്നിരിക്കുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് verb? ട്രാൻസിറ്റീവ് verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. എന്താ ഡയറക്റ്റ് ഒബ്ജക്റ്റ്? നമ്മൾ സെന്റൻസ് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബും, വെർബ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റും വരണം. അങ്ങനെ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടുള്ള വെർബുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ate an apple. അതിൻ്റെ ഉള്ള ate എന്ന് പറയുന്ന വെർബും ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. അങ്ങനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലാത്തതിനെ എന്ത് പറയും? ഇൻട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയും. എന്താ പറയാ? ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. എന്ത് വേണ്ട? Do not require direct object. ആവശ്യമില്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. He slept. അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ ഇതൊക്കെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യത്തിന് വേണ്ടി പഠിക്കണോ? വേണ്ട. കൈൻഡ്സ് ഓഫ് വെർബ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലേക്ക് ഓരോ സെന്റൻസുകൾ പറയുമ്പോൾ വരുന്നതായിരിക്കും.
ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് സ്റ്റുഡൻസിന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്ന ഒരു ഗ്രാഹ്യം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അവരൊന്ന് ജസ്റ്റ് ഇതൊന്ന് നോക്കി പോകുക. ബാക്കിയുള്ളവർക്കെല്ലാം ഇത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി, ബൈ ഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ വേറെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, അടുത്താണ് റെഗുലർ വേർബ്സ്. നമ്മൾ പറഞ്ഞിരുന്നു walk, watch, watch, ED വന്നത്. അപ്പം എന്തുകൊണ്ട് വേറെ എന്തുണ്ട്? ഇറഗുലർ വെർബ്സ് ഉണ്ട്. റെഗുലർ വെർബ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറഗുലർ വെർബ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, go and gone entirely ഡിഫറെന്റ് ആണ്. അപ്പം ഇത്ര കാറ്റഗറികളാണ് നമുക്ക് വെർബിനെ സംബന്ധിച്ചുള്ളത്. അപ്പം ഈ കാറ്റഗറീസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നത് V1, V1S, V2, V3 ആൻഡ് V4 ആണ്. ഈ വെർബിന്റെ 4 ഫോമുകളും നിങ്ങൾ മനോഹരമായിട്ട് നോട്ട് ചെയ്യുക. ഏത് സെന്റൻസ് പറഞ്ഞാലും അതിന്റെ വെർബിന്റെ ഏത് ഫോമാണെന്ന് നിങ്ങൾ ഇന്ന് തൊട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, വളരെ ഈസി ആയിട്ട് തെറ്റില്ലാതെ ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കമന്റ് സെക്ഷനിൽ സെന്റൻസുകൾ മാക്സിമം ഉണ്ടാക്കുക. എത്ര സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്ര സെന്റൻസ് ഉണ്ടാക്കുക. ആ സെന്റൻസുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, മിററിന്റെ മുമ്പിൽ നിന്നിട്ട് ആ സെന്റൻസുകൾ സ്വന്തം പറഞ്ഞു നോക്കണം. ഒരു സ്റ്റോറിയുടെ രീതിയിൽ എഴുതിക്കോ, അല്ലെങ്കിൽ ഒരു സ്പീച്ചിന്റെ രീതിയിൽ എഴുതിക്കോ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ. നിങ്ങൾക്ക് അത് സംസാരിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാകാൻ സാധിക്കുന്നതായിരിക്കും. സോ I will be meeting you for the next class, and today bye bye. This is me, Jins from Fluent Now. Happy learning.